വെളിച്ചെണ്ണ വീഴല്ലേ വെച്ച് തട്ടി കളഞ്ഞു അടുക്കളയില്. അവൾക്ക് വെള്ളം ചൂടാവുന്നുണ്ടേ ഓടിയാ വന്ന് ചട്ടിയെ പിടിച്ചു അങ്ങനെ താഴ്ത്തട്ടോളൂ. ചിരിക്കാങ്കി ചിരിയും ദേഷ്യം പേടിച്ചിട്ട് കണ്ണൊക്കെ നിറഞ്ഞു ഓടി ഓടി കൊടുക്കാം. ഞാൻ കരയാ ചെടിക്ക് ചിരി എനിക്ക് ദേഷ്യം വന്നു. ഇതൊക്കെ ചിരിയാ വന്നത്. കുറച്ച് വെളിച്ചെണ്ണ തലയിലുണ്ടോ. ഇതാണ് എൻ്റെ പഴയ കാലത്തെ മുടി. ഇതാണ് കുറച്ച് നാൾ മുന്നുണ്ടായ മുടി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഈ മുടിയുടെ കോലൊക്കെ മാറ്റി പണ്ടത്തെ പോലെ ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മൈലാഞ്ചി ഇടലും പിന്നെ കുറച്ച് ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു ചങ്കരം വരണ്ട അങ്ങനെ എന്തൊരു പേരാട്ടോ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള തന്നെയാണ്. പിന്നെ കുറച്ച് തുളസി കറ്റാർവാഴ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല പിന്നെ പനിക്കൂർക്ക നല്ല മണം. പിന്നെ കുറച്ച് ചെമ്പരത്തി മുട്ടാണ് വേണ്ടത് പക്ഷെ മുട്ടൊന്നും കണ്ടില്ല. അപ്പോൾ ചെമ്പരത്തി പൂ വെച്ചു. പിന്നെ നമ്മുടെ കറ്റാർവാഴയൊക്കെ അരിഞ്ഞെടുത്ത് പിന്നെ ഈ ചങ്കരം വരണ്ട എന്നുള്ള സാധനം അരിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഈ ഓയിൽ ഉണ്ടാക്കുന്നത്. അതിൽ രണ്ട് ചുവന്നുള്ളിയും ചതച്ചിട്ടുണ്ട്. റെഡിയായ ഓയിൽ ഇതേക്ക് എടുക്കുന്നു. താഴെ എൻ്റെ മോള് വന്ന് എല്ലാം തട്ടിമറിച്ചിട്ട് ബഹളായി എന്തൊക്കെ ഉണ്ടായെന്ന് അറിയില്ല. അവസാനം ഞാൻ എൻ്റെ മകളുടെ തലയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്ന രംഗാണ്ടത് പാവം വെച്ചു. എന്നാലും പിന്നെ നമുക്ക് ആർക്കെല്ലാം ദേഷ്യം വരില്ലേ. ഇത്രയും കഷ്ടപ്പെട്ട് കാട്ടിൽ നിന്ന് മേടുന്ന കുറേ സാധനങ്ങളൊക്കെ പറിച്ചു പോകുന്നു. നമ്മുടെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കാന്ന് വെച്ച് കുറച്ച് ഓയിൽ ഉണ്ടാക്കിയപ്പോൾ അത് ഇങ്ങനെ ആക്കി വെച്ചു. ഇതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അവസാനം ഞാൻ താഴത്തുനിന്ന് പെറക്കിയെടുത്തതിൻ്റെ ചവറൊക്കെ എടുത്ത് എല്ലാം കൂടി പിഴിഞ്ഞ് കുറച്ച് ഓയിലൊക്കെ എടുത്ത് തന്നെ തല തേച്ചു. കുറച്ച് എൻ്റെ മോൻ്റെ തല തേച്ച് കൊടുത്തു. പിന്നെ നേരത്തെ ഓൾറെഡി എൻ്റെ ഹസ്ബൻഡ് തല തേച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും നല്ല എഫക്റ്റുള്ള ഓയിലാണ് കേട്ടോ. ഞാൻ പണ്ട് കുറേ തേച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തു.